Watch full episodes on Jio Hotstar. ഈ സ്ഥലം അതെ, പറയാറുണ്ടത്ര അന്വേഷിച്ചാൽ ദൈവത്തിനെ പോലും കണ്ടെത്താമെന്ന്. പിന്നെ ഈ സ്ഥലം എങ്ങനെ നമുക്ക് കിട്ടാതിരിക്കും? ഇനിയിപ്പോ ഈ സ്ഥലം അതാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തിശാലിയായ മനുഷ്യൻ ഞാനായിരിക്കും. അതെ, യെസ്, ഇത് അതേ സ്ഥലമാണ്. യെസ്, ിരിക്കുന്നവനെ താങ്ക് യു. എനിക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലിയായ മനുഷ്യനായി കഴിഞ്ഞു. ഇനി ഈ ലോകം മുഴുവനും ഞാൻ എന്റെ ചൊൽപ്പടിയിൽ വരുത്തിക്കും. ആളുകളെല്ലാം മുട്ടുകുത്തി എന്റെ മുമ്പിൽ കേണപേക്ഷിക്കും. ഓ, പക്ഷേ ഞാൻ വെള്ളത്തിൽ നിന്ന് വളരെ സൂക്ഷിച്ചിരിക്കണം. വരൂ, വേദ നഗരത്തെ നശിപ്പിച്ചിട്ട് തന്നെ മറ്റു കാര്യം. ഇതാരാണ്? എവിടെന്നോ വന്ന രാക്ഷസിനെ പോലെ ഉണ്ടല്ലോ. ആരതൻ? എടോ, താൻ ആരാണെന്ന് എന്നെ അറിയോ? ലഡ്ഡു സിംഗ് ആണ്, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. ലഡ്ഡു സിംഗിന്റെ പേര് അത്രയ്ക്കും ഫേമസ് ആണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ. അതെ അതെ, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, പോവാൻ പറഞ്ഞില്ലല്ലോ. വേണ്ട, ഞാൻ എങ്ങോട്ടായി പോന്നത്? എന്തത്? അവൻ ശരിക്കും എന്നെ 50 കിലോമീറ്റർ ദൂരെ പറഞ്ഞു വിട്ടല്ലോ. ഹലോ ശിവ, ശിവ. ഹലോ അങ്കിൾ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നശിപ്പിക്കുന്നത്? അത് ശരിയല്ല.
ഇയാൾക്ക് ഇത്രയും വലിയ ശക്തി എവിടെന്നാ കിട്ടിയതെന്ന് ആദ്യം അത് കണ്ടുപിടിക്കണം. ഇയാളെ കണ്ടിട്ട് നാച്ചുറൽ ആയിട്ടുള്ള മനുഷ്യനെ പോലെ തോന്നില്ലല്ലോ. ഒരു തവണ ഞങ്ങളുടെ ഗ്രാമത്തില് ഒരു കൊള്ളക്കാരന്റെ ഭയങ്കര ശല്യായിരുന്നു. അയാളുടെ താവളം എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാനായില്ല. എന്നിട്ട് ഞങ്ങൾ ഒരു ഐഡിയ ഒപ്പിച്ചു. അവന്റെ കൂട്ടത്തിൽ ഒരാളെ പിടിച്ച് അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചു. അങ്ങനെ അവന്റെ താവളം കണ്ടുപിടിക്കുകയും ചെയ്തു. ഇത് നല്ല ഐഡിയ ആണ്. അവന്റെ കൂട്ടത്തിലുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവന്റെ ശക്തി എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും. താങ്ക് യു. ഞാനത് കുട്ടിക്കാലം മുതലേ ഉണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് അഹങ്കാരം ഉണ്ടായിട്ടില്ല കേട്ടാ. അയാൾ ഈ ഫാക്ടറിയിലുണ്ട്. അയാൾ അവിടെ ഒറ്റയ്ക്കല്ല, അയാളുടെ കുറെ ശിങ്കടികൾ ഇവിടെയുണ്ട്. കുട്ടി, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പുറത്തേക്ക് പോകല്ലേ പറഞ്ഞത്? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ബോസേ, ബോസേ, ആ ചെക്കൻ എന്നെ പിടിച്ചു, എന്നെ രക്ഷിക്ക് ബോസ്. ബോസേ, നീ വേഗം വരൂ. ഫ്രണ്ട്സ്, ഓടിക്കോ. വിടില്ല നിന്നെ ഞാൻ. മര്യാദയ്ക്ക് പറഞ്ഞോ നിങ്ങളുടെ ബോസിന് ഈ ശക്തി എവിടെന്നാ കിട്ടിയതെന്ന്? എനിക്കറിയില്ല, ഞാൻ പറയൂല. അങ്ങനെയാണോ? എന്നാ ശരി, ഓക്കെ. ലഡു സിംഗ് സർ, ഇയാൾ ഒരു ജോലിക്കും കൊള്ളൂല. ഇയാളെ ഞാൻ മുകളിൽ നിന്ന് താഴേക്കിടാൻ പോവാ. താഴെയില്ലേ, ഞാൻ പറയാ. എന്നാ ചെല്ല്, ബോസുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം. എന്നെ പിടിക്ക്, എന്നെ താഴെ ഇടില്ലേ, എന്നെ പിടിക്ക്. അതായത് കാട്ടിലൊരു സ്ഥലത്ത് ശിവ, അവിടെ ശ്രദ്ധിച്ചു നോക്ക്. ആ സൂര്യൻ ട്രാവൽ ചെയ്ത് ആ പോണ്ടിന്റെ അടുത്താണ് എത്തുന്നത്. അത് എന്നിട്ട് അവസാനിക്കുന്നു. അതിന്റെ അർത്ഥം മനസ്സിലായില്ലല്ലോ. അതിന്റെ അർത്ഥം ഇവിടെ നിന്നും ആർക്കാനോ ശക്തി കിട്ടിയത് ആ പോയിന്റിൽ എത്തുമ്പോഴേക്കും ശക്തി തീരുമെന്ന്. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ലെറ്റ്സ് ഗോ. നോക്കൂ, ഈ സ്ഥലം പില്ലർ ഓഫ് പവർ ആണ്. അത് അവസാനിച്ചിരിക്കുന്നു. അടുത്ത് തന്നെ ഒരു ഫോണ്ട് ഉണ്ട്. ആ ഡ്രോയിങ് വെച്ച് നോക്കുമ്പോൾ അയാളുടെ പവർ പോയിന്റ് ഈ വെള്ളം കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ അവൻ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇതുപോലത്തെ പോണ്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്കിൾ, ഒരുപാട് കൂടുതലായി. ഇനി ഞാനുമായി ഫൈറ്റ് ചെയ്യാൻ വരും. നീ വീണ്ടും വന്നോ? എന്നാ നിനക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇന്ന് നീ രക്ഷപ്പെടില്ല എന്റെ കയ്യിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ആദ്യം ഓടിച്ചു പിടിക്കേണ്ടി വരും അങ്കിൾ. അങ്കിൾ, ഇനി നിങ്ങളുടെ പവർ കുറച്ചു നേരത്തിനകം ഇല്ലാതായി പോകും. നമുക്ക് കുറച്ച് സ്നേഹത്തോടെ സംസാരിച്ചാലോ? ഇല്ല ശിവ, ഇല്ല.
ശിവ! നീ വന്നെല്ലാം നശിപ്പിച്ചല്ലോ ശിവ. ആ ശക്തി കൊണ്ട് നിങ്ങൾ നല്ല കാര്യം ചെയ്തിരുന്നെങ്കിൽ എത്രമാത്രം നന്നായേനെ. ലഡു സിംഗ് സർ, ഇനി നമ്മൾ എന്താ ചെയ്യാ? എനിക്കറിയാം ഇവനെന്താ ചെയ്യേണ്ടെന്ന്. വന്ന് നമുക്ക് ജയിലിൽ പോയിട്ടിരുന്ന് സംസാരിക്കാം. ജയിലില് നിനക്ക് വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ പില്ലർ ഉണ്ടാക്കിയിട്ട് അതില് കെട്ടിട്ട് വേണം നിന്നെ ഞാൻ ഇടിക്കാൻ. ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ക്ലോസ് റെക്കോർഡിംഗ് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങളൊന്ന് നോക്ക്. നിങ്ങളൊന്ന് സമാധാനിക്ക്. നമ്മുടെ ലക്ഷ്യം തന്നെ ക്യാമറ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതുവരെ കാത്തിരിക്കുന്നാണല്ലോ എന്റെ മനസ്സ് പറയുന്നു. ഇന്ന് എന്തായാലും നമുക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിടിക്ക്, വേഗം അതിനെ ചെന്ന് പിടിക്ക്. ചെല്ല്, അതെന്താണെന്ന് പോയി നോക്ക്. എനിക്കൊരു ചെറിയ കുട്ടിന്റെ കാല് പോലെയാ തോന്നിയത്. എന്തൊക്കെയാ നീ പറയുന്നത്? ഈ രാത്രിയില് ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കുട്ടികൾക്ക് എന്താ ജോലി? ഒന്നെങ്കിൽ അത് മങ്കി, അല്ലെങ്കിൽ അത് ചിമ്പാൻസിന്റെ കുട്ടിയാ. വരൂ, നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലൊന്ന് ചെക്ക് ചെയ്തേക്കാം. തീർച്ചയായും അതിൽ എന്തെങ്കിലുമൊക്കെ പതിഞ്ഞിട്ടുണ്ടാവും. വാ നോക്കാം. സാധാരണ കഥകളിലാണ് നമ്മൾ വുൾഫ് ബോയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ അവനെ കാട്ടിൽ വെച്ച് കണ്ടവരുണ്ട്. പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വുൾഫ് ബോയെ കുറിച്ചുള്ള ചർച്ചകൾ പുറത്തു വന്നിരുന്നതാണ്. തെളിവുകളൊന്നും ലഭിക്കാത്തത് കൊണ്ട് ആ ഫയൽ അങ്ങനെ തന്നെ മൂടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് രഹസ്യ ക്യാമറകൾ കൊണ്ട് വുൾഫ് ബോയെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ക്ലിപ്പ് ഒന്ന് നോക്കൂ. നിങ്ങൾ കണ്ടതല്ലേ, ഇപ്പോൾ കിട്ടിയ ആ വാർത്തകൾക്ക് യഥാർത്ഥ തെളിവുകളുമുണ്ട്. ഇപ്പോൾ ഈ വാർത്തകൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയതായി കിട്ടിയ വാർത്ത പ്രകാരം ഏതോ ഒരാള് ആ കുട്ടിയെ പിടിക്കാനായി ശ്രമിച്ചിരിക്കുന്നുവെന്നാണ് കേട്ടറിവുള്ളത്. ഓ മുത്തശ്ശി, എന്തിനാ ഓഫ് ചെയ്തത്? ഇതെന്ത് പണിയാ? ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് അല്ലേ? TV ഓഫ് ചെയ്യുകയാണോ? ഓൺ ചെയ്യൂ, ന്യൂസ് ഇപ്പൊ കഴിയും. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് ന്യൂസ് തരാം. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ വീടിന്റെ വാതിക്കലെ ഒരു ബൈക്ക് പെട്ടെന്ന് വന്ന് നിൽക്കും. അതിലുള്ള ആള് 2 കാലും ഭൂമിയുടെ മേളിൽ വെച്ച് നടക്കും. ആ കാലുകൾ നേരെ നമ്മുടെ വീടിന്റെ വാതിക്കൽ എത്തി നിൽക്കും. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ കോളിംഗ് ബെല്ല് ശബ്ദം കേൾക്കും. ഇതോടെ സസ്പെൻസ് അവസാനിക്കുന്നു. ഈ ജോലി എങ്ങനെ ചെയ്തു തീർക്കും? എന്താണ് ഇതിന് ഒരു പോംവഴി എന്ന് കണ്ടുപിടിക്കാൻ അറിയാത്ത ആ മഹാനായ ലഡ്ഡു സിംഗ് നേരെ നമ്മുടെ മോനെ കാണാൻ എത്തുമല്ലോ. അതെ അതെ മുത്തശ്ശി, നിങ്ങൾ എന്തിനാ വന്ന് വാല് തുറന്നത്? ഐ ഭീം സിംഗ്, നീ എന്തിനാ മുത്തശ്ശിയെ വീട്ടു ജോലിയൊക്കെ എടുപ്പിക്കുന്നത്? മിണ്ടി പോകരുത്. ഇവിടെ ഞാനിപ്പോ ലൈവ് ന്യൂസ് കൊടുത്തോണ്ടിരിക്കുക. മണ്ടനായ കഷ്ടപ്പെടുന്ന ആ ലഡ്ഡു സിംഗ് ശിവയുടെ നേരെ യാചിക്കുന്നത് നമുക്ക് കാണാം. നോക്കിക്കോ. ശിവ, കാട്ടിലിപ്പോൾ ആ വുൾഫ് ബോയിനെ എല്ലാവരും ചേർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിന്റെ സഹായം വേണം ശിവ. വേഗം വരൂ ശിവ. മുത്തശ്ശി, നിങ്ങൾക്കത് എങ്ങനെയാ മനസ്സിലായത്? ഞാൻ ഇവിടെ ശിവ, എന്നാ ശരി, ഞാൻ പോട്ടെ. അധികം വഴുകാതെ നീ വന്നോളേ. ഓക്കേ ലഡു സിംഗ് സർ. ഇതെന്താ ഇത്? അവന് ചായയും പലഹാരവും കഴിക്കാൻ അനുവദിച്ചൂടെ? ശിവ, നീ ലഡ്ഡു സിംഗിന്റെ കൂടെ കാട്ടിലേക്ക് പോ. അവന്മാരെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരാവൂ. താങ്ക് യു മുത്തശ്ശ.
ശരി മോനെ, പോയിട്ട് വരൂ. നല്ല കാര്യം ചെയ്യാൻ ഒരിക്കലും ഈ മുത്തശ്ശി തടസ്സമാവില്ല. ബെസ്റ്റ്. ലഡു സിംഗ് സാറേ, നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയട്ടെ. എന്താ? ഉൾഫ് ഒരു തവണ ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാള് ഉൾഫായിട്ട് മാറും കേട്ടോ. അവർക്ക് വായില് വലിയ വലിയ പല്ലുകളായിരിക്കും മുളയ്ക്കുന്നത്. ആദി, നീ എന്തിനാ എല്ലാരും ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഞാൻ ആ വുൾഫോയിൽ നിന്ന് മാറി നിന്നേക്കാം. അവനെങ്ങാനും എന്നെ കടിച്ചാലോ? വേണ്ട 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 വേണ്ട, ഞാൻ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. നോ 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 നോ. ലഡു സിംഗ് സാറേ, നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയട്ടെ. എന്താ? ഉൾഫ് ഒരു തവണ ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാള് ഉൾഫായിട്ട് മാറും കേട്ടോ. ശിവ, നീ വേഗം എന്റെ ടെന്റിന്റെ അകത്തേക്ക് ഒന്ന് വന്നേ. ആ വുൾഫ് എന്നെ അന്വേഷിച്ച് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വേഗം വന്നേ. ഹേയ് ഹേയ് ഷോ 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 ഏയ് ഷോ. ശിവ, ഓഹോ ലഡു സിംഗ് സർ, നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ പേടിക്കുന്നത്. അത് വുൾഫല്ല, ഒരു കുഞ്ഞു ചിമ്പാൻസിയാണ്. ആഹാരം തേടി വന്നിരിക്ക. അത് പോയി പുറത്തേക്ക് വരൂ. എനിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു അതൊരു ചിമ്പാൻസി ആണെന്ന്. വുൾഫിനെ കണ്ട എനിക്ക് പേടിയോ? ലഡു സിംഗ് സാറേ, വുൾഫ് നിങ്ങളുടെ പുറകെയുണ്ട്. വേണ്ട 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 വേണ്ട, എന്റെ പുറകെ വരില്ല, എന്റെ പുറകെ വരില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ മുകളിലാണ്. വേണ്ട. ലഡു സിംഗ് സർ, ഇവര് കളിയാക്കിയാണ്. സാർ ആദ്യം താഴെ ഇറങ്ങൂ. ലഡു സിംഗ് സർ, ഇവിടെ ഫുട് പ്രിന്റ്സ് കാണുന്നുണ്ട്, ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ലഡു സിംഗ് സാറേ, നിങ്ങളുടെ കമാൻഡോ ട്രെയിനിങ്ങില് ഈ ഫുട് പ്രിന്റ്സ് ട്രൈ ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞു കാണുമല്ലോ അല്ലേ? എങ്ങനെയെങ്കിലും ആ സാമർത്ഥ്യം ഒന്ന് കാണിച്ചേ. കലക്കി ആദി, കലക്കി. നീ എനിക്ക് ഓർമ്മപ്പെടുത്തിയത് വളരെ നന്നായി. ഇനി കണ്ടോ ആ വുൾഫ് ബോയിന്റെ കാൽപ്പാടുകൾ എത്ര പെട്ടെന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന്. See, watch, you watch. Yes, കിട്ടിപ്പോയി. നിങ്ങൾ മിണ്ടാതെ എന്റെ പുറകെ വന്നോളണം. നിങ്ങൾ വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കാൽപ്പാടുകൾ മതിയാവും ഞാൻ അതിനെ കണ്ടുപിടിക്കാൻ. ലഡു സിംഗ് സർ, ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയുണ്ടല്ലോ, അതിന്റെ മാർക്സ് ഹ്യൂമൻ ബോയുടെ പോലെ ഇല്ല, ഏതൊരു ആനിമളുടെ ഫുട് പ്രിന്റ് പോലെ ഉണ്ടല്ലോ. വേഗം വരൂ, ആ ഭാഗത്തേക്ക് പോവാം. അങ്ങനെ ഒന്നും നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞങ്ങൾ നിന്നെ പിടിച്ചത് കണ്ടില്ലേ? മര്യാദക്ക് അവിടെ ഇരിക്കുക. അവനെ ശരിക്കും പിടിക്കുക, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നന്നായിട്ട് ടൈറ്റ് ആക്ക്. ഹലോ ബോസ്, ബോസ്, വുൾഫ് പോയി ഞങ്ങൾ പിടിച്ചു. സാറിന് വേഗം വരൂ. എല്ലാം ദൈവത്തിന്റെ കളികളാണെന്നായി. ദൈവത്തിന് നന്ദിയുണ്ട്. അവനെ കൂട്ടിയിട്ട് വാ, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പൈസ തരാന്നേ. താങ്ക് യു ബോസ്. നമുക്ക് ഇവനെ സർക്കസിൽ കാണിച്ച് കോടികൾ സമ്പാദിക്കാം ബോസ്. വേട്ടക്കാരൻ അങ്കിൾ, ആ വുൾഫ് ബോയെ വിട്ടേക്കൂ. വിടാനോ? നോക്കൂ കുട്ടി, ഈ കാട് വളരെ അപകടം നിറഞ്ഞതാ. അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നീ വേട്ടക്കാരൻ ശങ്കറിനെ അടിച്ചുവല്ലേ? പിടിക്കവനെ. അതെ, നിങ്ങൾ വേഗം പോയി ആ വല എടുത്ത് മാറ്റ്.
ലഡ്ഡു സിംഗ് സാറേ, വല ഭയങ്കരമായിട്ട് കെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ കമാൻഡോ ട്രെയിനിലെ വല എങ്ങനെയാ അഴിച്ചു വിടണമെന്ന് നിങ്ങൾ പഠിച്ചു കാണുമല്ലോ അല്ലേ? വേഗം ചെന്ന് അത് അഴിച്ചു മാറ്റിക്കേ. വല പൊട്ടിക്കുന്നത് വലിയ കാര്യാണോ? ഞാൻ ഇപ്പൊ തന്നെ തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കണ്ടോ? എന്നൊന്നും ചെയ്യല്ലേ, എന്നെ കടിക്കല്ലേ, എന്നെ കടിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ്. എന്നെ വിട്ടേക്ക്, വേണ്ട, കടിക്കല്ലേ, വിട്ടേക്ക്. എനിക്ക് പറ്റില്ല, നിങ്ങൾ തന്നെ പോയാ മതി. വേഗം ചെയ്യ്, എനിക്കിതിനെ കണ്ടിട്ട് പേടിയാകുന്നു. എന്നാ പിന്നെ നീ ചെന്ന് കണ്ടിക്ക്. ഞാന് ആ കുട്ടികളെ വിട്ടിട്ട് ആ വോൾഫ് ബോയെ പോയി പിടിക്കുക. അവനതാ രക്ഷപ്പെട്ട് ഓടുന്നു. ഇങ്ങോട്ട് നോക്കുമോനെ, മനുഷ്യരൊക്കെ ഭയങ്കര സാധനങ്ങളാ. നീ കാട്ടിൽ ഇനി ഇങ്ങനെ ഒരുപാട് ദൂരെ ഒന്നും പോകരുത് കേട്ടോ, അല്ലെങ്കിൽ അവര് നിന്നെ പിടിച്ചുകൊണ്ട് പോവും മോനെ. അമ്മേ, നമ്മുടെ ചേട്ടനുണ്ടല്ലോ, അവരെ ഒരുപാട് കടിച്ചു വിട്ടു. ഇനി അവരെ ആരും കാട്ടിലേക്ക് വരില്ല. പക്ഷെ മനുഷ്യന്മാരൊക്കെ ഭയങ്കര ബുദ്ധിശാലികളാണ് മക്കളെ. പക്ഷെ നമ്മളെ നേരിട്ട് പിടിക്കാനൊന്നും വരില്ല, വലയിട്ട് പിടിക്കലാണ് അവരുടെയൊക്കെ ഒരു രീതി. സൂക്ഷിക്കേണ്ടത് നമ്മളാ. ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ എന്താ നോക്കുന്നേ? അത് ആ വുൾഫ് ബോയ് എന്നെ കടിച്ചല്ലോ, മാത്രമല്ല എന്നെ തല്ലുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നോക്കുക എന്റെ പല്ല് അവന്റെ പല്ലിനെ പോലെ വലുതായിട്ടുണ്ടോന്നേ. അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് രാത്രി 12 മണിക്ക് നിങ്ങൾ വുൾഫിനെ പോലെ ഓലിയിടാൻ തുടങ്ങിയാലുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ പല്ലും വളരാൻ തുടങ്ങിയെന്ന്. വുൾഫ് ഫാമിലി സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ ശത്രുക്കളാണ്. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ബുദ്ധിപൂർവ്വം ആ വുൾഫ് ബോയിനെ പിടിക്കണം. ഏത് ഭാഗത്തേക്കാണോ ആ വുൾഫ് ഫാമിലി ഓടിയത്, ആ ഡയറക്ഷനിൽ തന്നെ നാളെ നമുക്ക് അവരെ അന്വേഷിക്കാം. എന്നെ വിട്ടേക്ക്, ഇടാനാ പറഞ്ഞത്. മര്യാദക്ക് എന്നെ വിട്ടേക്ക്. ആരത്? എന്നെ വിട്ടേക്ക്, എന്നെ വിടാനാ പറഞ്ഞ. ഒന്ന് വിട്ടേക്ക്. എന്റെ കുട്ടിയെ എന്നിൽ നിന്ന് അകറ്റാൻ നിങ്ങൾക്കാവില്ല. മിണ്ടാതിരിക്കണോ, അവനെ ഞങ്ങൾ പിടിക്കും, ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. അവരെ വിട്ടേക്ക്. ഈ കുട്ടി പിന്നെയും വന്നോ? ഇനി നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. പോയവനെ അടിക്കേ. വേട്ടക്കാരൻ ശങ്കര, ശിവനടുത്ത് ഇന്നലെ കിട്ടിയ തല്ലൊക്കെ അത്രയ്ക്ക് പെട്ടെന്ന് മറന്നോ? ഇന്ന് പുതുതായിട്ട് തല്ല് മേടിക്കാൻ നീ വന്നിരിക്കുന്നു. ഞങ്ങൾ
ഞങ്ങള് വീണ്ടും വരൂടാ. അങ്കിൾ, അവരെന്തിനാ നിങ്ങളെ പിടിച്ചോണ്ട് പോകാൻ വന്നത്? എന്ത് പറയാനാ, എന്റെ പേര് ശ്രേഷ്ഠ എന്നാണ്. ഇതൊരു 8 വർഷം മുമ്പ് നടന്ന കഥയാ. ഞാൻ എന്റെ ഫാമിലിയോട് കൂടി ഈ സ്ഥലത്തേക്ക് പിക്നിക്കിന് വന്നതാ. ഒരു ദിവസം വൈകുന്നേരം സന്തോഷമായി കളിക്കായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇടിമിന്നലൊക്കെ ഉണ്ടായത്. ആ സമയത്ത് ഞങ്ങളുടെ ടെന്റ് തീ പിടിച്ചിരുന്നു. ആ പ്രശ്നത്തിനിടയ്ക്ക് എന്റെ 3 വയസ്സുള്ള ചെറിയ പയ്യൻ ഈ കാട്ടിൽ എവിടെയാണ് പോയെന്നറിഞ്ഞില്ല. ഇന്നലെയാണ് TV ന്യൂസിൽ കണ്ടത്. കാട്ടിൽ ഒരു കുട്ടി വൂൾഫിന്റെ ഒപ്പം ഇരിക്കുന്നതായിട്ട് ഒരു വാർത്ത അതിൽ കൊടുക്കുകയുണ്ടായിരുന്നു. കുട്ടിയെ തെരഞ്ഞ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഈ വേട്ടക്കാരനെ പിടിച്ചു വെച്ചു. ആ വേട്ടക്കാരെ അപേക്ഷിച്ച് അവർ എന്റെ കുട്ടിയെ കാണാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ, ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? ശ്രേഷ്ഠ അങ്കിൾ, നിങ്ങൾ കരയരുത്. ഇദ്ദേഹമാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. ഞങ്ങളും ആ ഉൾഫായി അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. അവനെയാണ് നിങ്ങൾ നിങ്ങളുടെ മകനാണെന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ ഒരുമിപ്പിക്കും. ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ ഇദ്ദേഹത്തെ ടെന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഞങ്ങളിത് ഇപ്പൊ വരാം. ഹലോ ഫ്രണ്ട്, ഫിഷിങ്ങിനെ പച്ചക്ക് കഴിക്കാൻ പാടില്ല. പേടിക്കരുത്. ഫിഷ് എങ്ങനെ പിടിച്ചു കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ശിവ, ശരിക്കുള്ള മീൻ വലയില് കുടുങ്ങിന്ന് തോന്നേ. ശിവ, ഇത് ഒട്ടും ശരിയില്ലാട്ടോ. ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി ടെന്റില് കാത്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇവിടെ എല്ലാരും ഒരുമിച്ച് അടിച്ചു പൊളിച്ച് പാർട്ടി നടത്തുകയാണോ? ലഡ്ഡു സിംഗ് സർ, ഉൾഫ് ബോയ് അവിടെയുണ്ട്. എന്ത്? സോറി സോറി. ശിവ, ഇത്രയും ചെറിയ മീൻ പൊരിച്ചിട്ട് എന്താവാനാ? ഞാൻ ഇപ്പൊ തന്നെ പോയി കുറച്ചുകൊണ്ട് മീൻ പിടിച്ചിട്ട് വന്നേക്കാം. ആ വുൾഫ് ബോയിന് ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ മീൻ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് എന്നോടുള്ള ശത്രുതയൊക്കെ മാറി അവൻ എന്നെ ഫ്രണ്ടായി സ്വീകരിക്കും. വേണ്ട വേണ്ട, കിടക്കില്ലേ കിടക്കില്ലേ, വേണ്ട വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം. ഇനി ഒരിക്കലും ഞാൻ ഫിഷിംഗ് ചെയ്യാൻ വരില്ല. ഐ പ്രോമിസ് യു. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. എന്താണാവോ എല്ലാവർക്കും എന്നോട് ഇത്ര വലിയ ശത്രുത? ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ ഫിഷ് പിടിക്കാൻ പോയില്ലേ? അത് സാധാരണ ഫിഷ് ഒന്നല്ല. നിങ്ങൾ രക്ഷയായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഹലോ, വാ ഇങ്ങോട്ട് വാ. വാ 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 വാ. ഒന്ന് നിൽക്ക്, അത് ചൂടായിട്ടുള്ളത്. അങ്ങനെയല്ല കഴിക്കേണ്ടത്. നോക്കിക്കോ, ഇങ്ങനെയാ കഴിക്കേണ്ടത്. കം കം കം, eat. ശിവ, അവര്
കൊച്ചുങ്ങള് 3 പേരും മീൻ കഴിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം വിട്ടല്ലോ. ഡോണ്ട് വറി ലഡു സിംഗ് സർ, നമുക്ക് അവരെ വീണ്ടും കണ്ടുപിടിക്കാം. എന്താ മോനെ നീ എന്തേ കാണിക്കുന്നേ? എന്തെങ്കിലും പറ്റുമോനെ? അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. കാട്ടിലുള്ള മനുഷ്യരെ കണ്ട് എന്തോ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് പോയിക്കോ. നല്ല രസമുണ്ട് ഈ ചൂട് കിട്ടുന്നത്. എന്റെ മോൻ ഭയങ്കര ബുദ്ധിശാലിയാ. ഒരു തവണ കണ്ടത് എത്ര പെട്ടെന്ന് പഠിച്ചെടുത്ത്. പക്ഷേ മോനെ, ഈ തീയൊക്കെ ഭയങ്കര അപകടം പിടിച്ചതാണ്, അറിയോ? കുറച്ച് നീങ്ങിയിരുന്നില്ലെങ്കിൽ ഇതെല്ലാം കത്തി ചാമ്പലായി തീരും മോനെ. എന്റെ കുട്ടികളെ എന്തോ ആപത്തിൽ പെട്ടെന്ന് തോന്നുന്നു. പോയ കുഴിയില് വീണെന്നാണ് തോന്നുന്നത്. ഇന്ന് ബോസിന് ഒരുപാട് സന്തോഷമാവും. വരൂ, വേഗം പോയി നോക്കാം. ഇത് ഭയങ്കര വല്ലാത്തൊരു ശബ്ദാണല്ലോ. എനിക്ക് ഈ ശബ്ദം കേട്ടിട്ട് ഭയങ്കര പേടിയാകുന്നു. ശിവ, നമുക്ക് ഇവിടുന്ന് പോകാം. ശിവ, വേഗം. ഈ ലഡ്ഡു സിംഗ് ഇവിടെ ഉള്ളപ്പോ എന്തിനെ കുറിച്ചാ പേടിക്കുന്നത്? ഹൈ, പേടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് എന്നോടൊപ്പം മുന്നോട്ട് നടക്കുക. ഓക്കേ, വന്നേ. 1 2 1 2 1 2. ശിവ, പിടിക്കേ പിടിക്കേ. ശിവ, വേഗം പൊക്ക്, വേഗം പൊക്കാൻ. വേഗം. ശിവ, ദാ അവിടെ ആ കുഴിക്കകത്ത് വുൾഫ് ബോയും അവന്റെ കൂട്ടുകാരനും വീണ് കിടക്കുകയല്ലേ. നമുക്ക് അവരെ രക്ഷിക്കണം. ഏയ്, ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുത്. ഞാൻ നിങ്ങളെ രക്ഷിക്കാം. എന്റെ മക്കൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. പേടിക്കരുത്, പേടിക്കരുത്. ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. അതെ ശിവ, ഒന്നുകൂടി വലിച്ചാ മതി. നമ്മള് കുഴി എത്താറായി. ആദി, യൂണി, ഒന്ന് ശക്തമായിട്ട് ഊട്ടി വിട്. ഒന്ന് ശക്തി കൂടട്ടെ. ഹലോ ശിവ, കടിക്കല്ലേ 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 എന്ന് പറഞ്ഞില്ലേ? തല്ലുകൊണ്ടില്ലേ? കടിക്കല്ലേ. മുകളിലേക്ക് വാ, മുകളിലേക്ക് വാ.
തോന്നുന്നു. ആരോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ലത് ചെയ്താൽ നമുക്ക് വീഴ്ചയുണ്ടാവില്ലാന്ന്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാ സംഭവിച്ചത്. ഞാൻ നല്ലത് വിചാരിച്ചിട്ടും ഞാൻ താഴേക്ക് വീണല്ലോ. ഇനി ഒരിക്കലും ഞാൻ ആരും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കില്ല. എന്നെ പുറത്തേക്ക് എടുക്ക ശിവ, എന്നെ ഒന്ന് വേഗം പുറത്തേക്ക് എടുക്ക്. ലഡു സിംഗ് സാറേ, അന്നത്തെ കാലത്ത് വേറൊരു ഡയലോഗ് കൂടി പറഞ്ഞിട്ടുണ്ട്, നോ പെയിൻ നോ ഗെയിൻ. പിടിച്ചോളേ, പിടിക്കേ, ഒന്ന് വലിക്കേ വേഗം. ഇനി നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ്. ഓക്കെ, ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. രക്ഷപ്പെട്ടു ശിവ, നമ്മളെ രക്ഷപ്പെട്ടിരിക്കുന്നു. കൊള്ളാം, കലക്കി. ബോസിനെ എന്തായാലും ഇത് അറിയിക്കണം. എല്ലാത്തിനെയും വെടിവെച്ചിട്ടേക്ക്. ഹലോ, ഒരു സന്തോഷ വാർത്തയിട്ട് ബോസേ. നമ്മൾ അന്വേഷിച്ച് നടന്ന ആളെ കിട്ടി. മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത പലതും കിട്ടിയിട്ടുണ്ട്. ആ, നല്ലൊരു ന്യൂസാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു കളി കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയിരിക്കുന്നത്. സമയം വെറുതെ കളയാതെ ആ വൂൾഫ് ബോയെ പിടിച്ചിട്ട് അവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ഓക്കെ ബോസ്. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്, വൂൾഫ് ബോയെ പിടിച്ച് ജീപ്പിനകത്ത് കയറ്റ്. എന്ത്? ഞാനോ? ഒരു പോലീസ് ഇൻസ്പെക്ടറോടാണോ നിങ്ങളൊരു തെറ്റായ ജോലി ചെയ്യാൻ പറയുന്നത്? എല്ലാറ്റിനും പിടിച്ച് ഞാൻ ഇപ്പൊ തന്നെ ജയിലിനകത്തിടും, പറഞ്ഞേക്കാം. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്, ഞങ്ങൾക്കുണ്ട് ജയിലൊക്കെ. പക്ഷെ അത് കുറച്ച് വ്യത്യാസം. എന്താ കാണണോ? ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാശ് കിട്ടും. ഇല്ലെങ്കിലുണ്ടല്ലോ, അടി മഴയായിട്ട് പെയ്യും. നിങ്ങളെ ഞങ്ങള് തീർക്കും. അങ്കിൾ, ഞങ്ങളിൽ ആരും നിങ്ങളോട് സഹകരിക്കില്ല. എവിടുന്ന് പൊക്കോളൂ. ഓഹോ, തലയിരിക്കുമ്പോ എന്തിനാ വാല് കിടന്നാടുന്നത്? എടാ കുട്ടി, എന്നോട് പോകാൻ പറയാൻ മാത്രം നീ ആയോടാ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ അങ്കിൾ, എന്നെ കുട്ടി എന്ന് വിളിക്കരുതെന്ന്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്നെ വിടും, വിടും, വിടും. രക്ഷിക്കും, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. സുഹൃത്തുക്കളെ, മനുഷ്യരന്റെ കുഞ്ഞിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. അവരവനെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നേ. കൂട്ടിക്കൊണ്ടു പോകട്ടെ, അവനും മനുഷ്യനല്ലേ. അവൻ മനുഷ്യന്മാരോടൊപ്പം ഇരിക്കുന്നതായിരിക്കും നല്ലത്. അവൻ മനുഷ്യന്മാരോടൊത്ത് ജീവിക്കണം നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ അവനെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നവര് അത്ര നല്ലവരല്ല. അവരവൻ മൃഗമാണെന്നുള്ള രീതിയിലാ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നേ. അവരവനെ ഒരു മൃഗത്തെ പോലെ കാണുന്നതും. അവൻ മനുഷ്യന്മാരോടൊപ്പം ഇരിക്കുന്നതാണ് ശരി.
അവനെ ആരെങ്കിലും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മമ്മി, ആ മനുഷ്യര് കുട്ടികൾ വളരെ നല്ലവരാ. അവരാ എന്നും ചേട്ടനെ രക്ഷിച്ചോണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനും കൂടി അവര് പഠിപ്പിച്ചു. ഓ, എനിക്കും അങ്ങനെ തോന്നുന്നത്. എന്നാലും നമുക്ക് ആരെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ മകൻ ഇതൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ടാകും. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്, അവരുടെ സ്വഭാവം എന്താണെന്ന് അവൻ ആദ്യം മനസ്സിലാക്കട്ടെ. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. എവിടെയെങ്കിലും വെച്ച് മനുഷ്യരെ കാണുകയാണെങ്കിൽ ഉടനെ വന്ന് വിവരം അറിയിക്കണം. ഹീരാമോത്തി, നിങ്ങൾ നിങ്ങളുടെ ചേട്ടനെ ദൂരേക്ക് എവിടെയും കൂട്ടിയിട്ട് പോകാൻ പാടില്ല. അല്ല, ചേട്ടനെ കാണുന്നില്ലല്ലോ. പോയി ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും നമുക്ക് പിടിച്ചിരിക്കണം. പക്ഷെ ആ കുട്ടി ശിവയുണ്ടല്ലോ, ഇന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ശ്രദ്ധിച്ചു കേൾക്ക്, നമുക്ക് ആ കുട്ടിയെ പിടിക്കണം. മനസ്സിലായോ? വാ. മമ്മി, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താ. വിശന്നിട്ട് വയ്യ. ഇപ്പോൾ ഇവൻ മയങ്ങിയിരിക്കുക. വേഗം പൊക്കിക്കൊണ്ടുവാ. ശിവ, അയ്യോ അയ്യോ, ശിവയെ കൊണ്ടുപോകുവാണ്. ലഡു സിംഗ് സാറേ, ഓടിവാ. കൊള്ളക്കാര് ശിവയെ കൊണ്ടുപോയി. അവനെ ഫോളോ ചെയ്യൂ പ്ലീസ്. ശിവയെ രക്ഷിക്ക്. അവനും പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടിയെ പിന്നെ ആരെ രക്ഷിക്ക? അങ്കിൾ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ, ഞങ്ങളിപ്പോ വരാം. നമ്മുടെ വഴിക്ക് കുറുകെ നിന്ന ശിവ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. മാത്രമല്ല, നാളെ രാവിലെ ആ വൂൾഫ് പോയി നമ്മുടെ കസ്റ്റഡിയിലാവും. വെരി ഗുഡ് വേട്ടക്കാരൻ ശങ്കര. ആ ദൈവത്തിന് നന്ദി പറയേണ്ടത്. ശിവ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലാ ഉള്ളത്. എന്തായാലും ഇന്നിവരെ ബോസ് ആരാന്ന് കണ്ടെത്താൻ ഒരു ചാൻസ് കിട്ടും. ഇവരൊക്കെ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നെന്ന് അറിയാനല്ലോ. വൂൾഫ് പോയി നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടുന്നത് വരെ ഈ ശിവ ഒരിക്കലും രക്ഷപ്പെടരുത്. ഒരു മിനിറ്റ് പോലും നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് ഇവൻ മറയാൻ പാടില്ല. ജീവൻ തിരിച്ചു കിട്ടണമെങ്കിൽ സറണ്ടർ ആവുന്ന നല്ലത്. ഞാനാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതെങ്കിലും ഒരു വേട്ടക്കാരൻ വേട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ മൃഗങ്ങൾ തന്നെ പറയും വേട്ടയ്ക്ക് വരരുത്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. എടാ മണ്ടന്മാരെ, അവരെ പോയി പിടിക്കടാ. വേണ്ട.
ഓടിക്കോ. താങ്ക്സ് കൂട്ടുകാരാ, താങ്ക്സ്. അവൻ എന്നെ രക്ഷപ്പെടുത്താനാ വന്നത്. ഇത് വളരെ നല്ല കാര്യമാണ്, കാരണം അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ എല്ലാവരും നല്ലവരാണ്. നിങ്ങൾ എല്ലാവരും ദൂരെ നിന്നാ മതി. ഞാൻ വുൾഫ് ബോയിനെ വിളിക്കാം. അവിടെ നിക്ക് ചേട്ടാ, മമ്മി പറഞ്ഞിട്ടില്ല ദൂരെ എവിടെയും പോവാൻ പാടില്ലെന്ന്. ഇവന് തീ ഉണ്ടാക്കാൻ അറിയുമെന്ന് നോക്കാം. താങ്ക് യു ഫ്രണ്ട്, താങ്ക് യു. Fish, fish, fish. Eat, 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 eat. പേടിക്കരുത്. I'm your friend. കൂട്ടുകാരൻ, സുഹൃത്ത്. Fish, eat. കഴിക്ക്. Wow, yum, yum, wow. Ina, take, take, eat. Oh, no, eat. ആദ്യം അത് ഫൂ, ഫൂ. കൊള്ളാം, അവൻ ശിവയുടെ കൂട്ടുകാരനായി മാറി. കണ്ടില്ലേ, ശിവയുടെ അടുത്തുനിന്ന് മീൻ കൊണ്ടുപോയി കഴിച്ചത്. ചെല്ല് മോനെ ചെല്ല്, അവര് വളരെ നല്ല മനുഷ്യരാ. നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കാ. നീ അവരെ കണ്ട് പേടിക്കണ്ട. നീ അവരുടെ കൂടെ വേണം പോയി മനുഷ്യനായി ജീവിക്കാൻ. പോയിക്കോളൂ. അതെ മോനെ, ചെല്ല്. ഞങ്ങളെ കാണാൻ നിനക്ക് ഇടയ്ക്ക് വരാലോ. Friend, come, 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 friend. Eat, eat fish. വന്നിരിക്കുന്നു. ശിവ, നീ എന്റെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോന്നു. ഓ, വളരെ വളരെ വളരെയധികം നന്ദിയുണ്ട്. ഫ്രണ്ട്, പേടിക്കണ്ട. പപ്പയാണ്. ഗോ 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 ഫ്രണ്ട്, ഗോ. നിന്റെ അമ്മ നിന്നെ കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കും. എത്ര വർഷങ്ങളായിട്ട് നിന്നെ അവൾ കാത്തിരിക്കുകയാണെന്ന് അറിയാമോ നിനക്ക്? പാവം ശിവ, ഞാനിവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോട്ടെ? തീർച്ചയായിട്ടും അങ്കിൾ. ശിവ, നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. നന്ദി, നിങ്ങളെല്ലാവർക്കും വളരെയധികം നന്ദി. ഓക്കെ, നമുക്കെന്നാ പിന്നെ വീണ്ടും കാണാം. ഹലോ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടിയെ തിരിച്ചു കിട്ടിയിരിക്കുക. ആ അതെ അതെ, എല്ലാം ആ ദൈവത്തിന്റെ കരുണ കൊണ്ടാ കിട്ടിയത്. നമുക്ക് ദൈവത്തിനോടാ നന്ദി പറയേണ്ടത്. ഞാൻ അവനെ കൂട്ടിയിട്ട് ഇപ്പൊ വരാം. നീ എന്തായി ആലോചിക്കുന്നേ? ഓ നോ നോ, ഞാനിത് എങ്ങനെ ചെയ്തത്? എന്ത് പറ്റി ശിവ? ഇയാള് വേട്ടക്കാരൻ ശങ്കരന്റെ ബോസാണ്. ആ വുൾഫ് ബോയുടെ ശരിക്കുള്ള അച്ഛനല്ല. കാരണം അയാളാണ് എപ്പോ നോക്കിയാലും ദൈവത്തിന് നന്ദി പറയണമെന്ന് പറഞ്ഞോണ്ടിരിക്കും. ഒന്ന് വേഗം വരൂ. വേഗം പോവാം.
വിടു വിടു. ഓ, നിനക്ക് ആ ശങ്കരൻ വേട്ടക്കാരന്റെ അടയാളം മനസ്സിലായി അല്ലേ? പക്ഷേ ഞാൻ ആരാണെന്ന് ആർക്കും അടയാളം മനസ്സിലായിട്ടില്ല. ഇനി നീ എന്നോടൊപ്പം ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയി സർക്കസിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഞാൻ നിന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കും. അങ്കിൾ, ഒരു മിനിറ്റ്, ശരിക്കും ഞാൻ മണ്ടനായി. പക്ഷെ വീണ്ടും അങ്ങനെ സംഭവിക്കില്ല. ആ വുൾഫ് ബോയിനെ വിട്ടേക്ക്. ഒരിക്കലും ഇല്ല കുട്ടി, നീ തനിച്ചാ വന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ചെന്നവനെ പിടിക്കേ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. മനുഷ്യന്മാർ തമ്മിലുള്ള യുദ്ധം. അവര് യുദ്ധം ചെയ്യട്ടെ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവിടെ എത്തിയാൽ മതി. കണ്ടില്ലേ, ഞാൻ നിങ്ങളെ പിടിച്ചത്. ലഡ്ഡു സിംഗ് എന്ന പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇനി മക്കള് ജയിലിലേക്ക് പോയി കമ്പി എണ്ണിക്കൊണ്ട് ഇരിക്കാം. ലഡു സിംഗ് സർ, നിങ്ങൾ ഇപ്പോൾ ഒരു വലിയ കാര്യം ചെയ്യേണ്ടതുണ്ട്. വുൾഫ് ബോയുടെ പാരന്റ്സിനെ കണ്ടുപിടിച്ച് ഇവനെ അവരെ ഏൽപ്പിക്കണം. Don't worry, ശിവ. ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടുപിടിക്കുന്നത് വരെ ഗവൺമെന്റ് പ്രൊട്ടക്ഷനിൽ ഞാനൊരു സുരക്ഷിതമായി വെച്ചോളാം. Don't worry. അല്ല ആദി, നിന്റെ ഗ്രാമത്തിന്റെ കഥകൾ കേട്ടിട്ട് ഒരുപാട് നാളായല്ലോ. അല്ല, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ശിവ, ഈ ബുള്ളുകളൊക്കെ എവിടെ നിന്നാണ് വന്നത്? എനിക്കറിയില്ല രേവ. ഈ ബുള്ളുകൾ മുഴുവനും നഗരത്തിൽ നോക്കിയാണ് പോകുന്നത്. ജനങ്ങളെ അറിയിക്കാനുണ്ട്. വരൂ, നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യാം. വേഗം വഴിയിൽ നിന്നും മാറി നിൽക്കൂ. എല്ലാവരും അവരവരുടെ വീടുകൾക്ക് പോകൂ. വളരെ വേഗത്തോടെ പുല്ലുകൾ വരുന്നുണ്ട്. ലഡു സിംഗ് സർ, വേഗം വഴി വിട്ടു. അതിങ്ങോട്ടാണല്ലോ കെട്ടിയെടുക്കുന്നത്. വേണ്ട, എന്റെ അടുത്തേക്ക് വരല്ലേ. വേണ്ട ശിവ.
താങ്ക് യു ബഫല്ലോ. എന്റെ മോനെ രക്ഷിക്കണേ, എന്റെ മോനെ ഒന്ന് രക്ഷിക്കണേ. ആരെങ്കിലും എന്റെ മോനെ രക്ഷിക്കൂ. മോനെ, എന്റെ മോനെ രക്ഷിക്കണേ. കമോൺ കമോൺ, വേഗമാവട്ടെ, സമയം പോകുന്നു. മോനെ, താങ്ക് യു ശിവ, നീ എന്റെ മോനെ രക്ഷിച്ചിരിക്കുന്നു. ശാന്തം ശാന്തം ശാന്തമാകൂ, ശാന്തമാകൂ. ചെല്ല് ചെല്ല് ചെല്ല്, നിങ്ങൾക്കുള്ള ഭക്ഷണം കഴിക്കുക. വേഗം പോകൂ. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല, അതായത് കാട്ടുമൃഗങ്ങളെ പോലും ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. പക്ഷേ എങ്കിൽ ഈ കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്ക് മാത്രം. ഓ, എനിക്ക് വേണ്ടതിനൊരു പൂ പറിച്ചോണ്ട് വാ. Thank you, dear. Ragavan is the only one and only hypnotizer in the world. വന്യമൃഗങ്ങളെ പോലും ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുന്നവൻ ഇത് എന്റെ വെറും ഒരു ട്രെയിലർ മാത്രമാണ്. ഇനി ഫിലിം അങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ? വേദാസ് നഗര ജനങ്ങളെ, എന്റെ പ്രതികാരം ഇങ്ങനെ നീണ്ടു കിടക്കാൻ കൊടുക്കുകയാണ്. ഇതെന്താ ഇവിടെ കുറെ സിംഹങ്ങൾ വന്നിരിക്കുന്നേ? ഓടിക്കോ, എല്ലാരും ഓടി രക്ഷപ്പെട്ടോ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, സിംഹം വന്നിട്ടുണ്ട്. ഞാൻ എവിടെ വന്നിരിക്കുന്നത്? രക്ഷകനെ. ലഡ്ഡു സിംഗ് സാറ്, ലഡ്ഡു സിംഗ് സാറേ, എന്താ മോളി നിങ്ങൾ പറഞ്ഞ താഴത്തേക്ക് വീണത്? മുത്തശ്ശ, മുത്തശ്ശ ഓടിക്കോ. സിംഹം നിങ്ങളെ കടിച്ച് തിന്നുന്നേ. ഇപ്പൊ തന്നെ ഞാൻ സിംഹം ഓടുന്ന രാഗം പാടിയാൽ എല്ലാം നോക്കി നിൽക്കും, വേണമെങ്കിൽ കണ്ടോ. ആ കൊള്ളാം, ഞാൻ ഓടാൻ വേണ്ടിയാ പാടിയത്, എല്ലാം കിടന്നു കളഞ്ഞല്ലോ. ഓക്കെ മുത്തശ്ശ, എനിക്ക് തോന്നുന്നു അവറ്റങ്ങളെ മുത്തശ്ശനോട് പാട്ട് പാടാൻ പറയണമെന്ന്. അല്ല, ലയേണ്ട നടക്കം മുത്തശ്ശനകപ്പെട്ടു പോയല്ലോ. വേഗം ശിവിയെ വിളിക്ക്, ഞാൻ അതിനോടൊക്കെ ഷൂട്ട് ചെയ്യട്ടെ. ഇങ്ങനത്തെ സീൻ പിന്നെ കിട്ടില്ലല്ലോ. മുത്തശ്ശ പാടിക്കൊണ്ടിരുന്നോ, അല്ലെങ്കിൽ പിന്നെ അത് കടിച്ചു കീറും. ഞങ്ങള് ശിവയ്ക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്, ശിവ വരും ഇപ്പൊ തന്നെ. മുത്തശ്ശ, വേഗം ഇതിൽ കയറി പിടിച്ചോ. വരൂ, തിരിച്ചു വരൂ. താങ്ക് യു ശിവ, ലയൺസിന്റെ കൈകളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ആദ്യമായിട്ടാണ് രാഗം ആസ്വദിക്കുന്ന ലയൺസിനെ ഞാൻ കണ്ടത്. അതിനെ വിട്ടു വന്നപ്പോൾ ഒരു സങ്കടം. ശിവ, നീ ഇതൊന്ന് നോക്കിക്കേ, ഈ വീഡിയോ കണ്ടോ? അയ്യോ, വെരി ഗുഡ്, വെൽ ഡൺ. ഇനി ചെല്ലു, വേഗം കാട്ടിലേക്ക് പോകാൻ നോക്കൂ. ഹലോ അങ്കിൾ, ഈ പടി കൊള്ളാലോ. എന്താ വളർത്തു മൃഗങ്ങളാണോ അതൊക്കെ? അയ്യോ, എന്താ ഈ പറയണേ? ഒന്നും തന്നെ ഇല്ല.
സിംഹങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോ ഞാൻ പേടിച്ച് ഇതിന്റെ മോളിൽ ഇങ്ങനെ ഓടാൻ കൊടുത്തു. അങ്ങനെയാണോ? എന്നാ പിന്നെ ഇതിലെന്താ ഈ കാണുന്നേ? അയ്യോ കൊള്ളാലോ കുട്ടി, നീ ബഹും മിടുക്കൻ തന്നെ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വാക്ക് ഞാൻ നിന്നെ കാണാതിരിക്കല്ല ശിവ. സറി, നീ എന്റെ പുറകിൽ ഓടാൻ കൊടുക്കുകയാണല്ലേ? അല്ല ഇതെന്നാ എന്താ മച്ചിയ? അതോടെ വഴി അവസാനിച്ചു, ഓടാൻ പറ്റില്ല. സത്യം പറയൂ അങ്കിൾ, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന്? അയ്യോ എല്ലാം പറഞ്ഞു തരാമേ, ഇനി അവിടുന്ന് മുന്നോട്ട് വരല്ലേ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഇപ്പോ നീ പൂർണ്ണമായിട്ടും എന്റെ കൺട്രോളിലാണ്. ഓ മലയുടെ മോളിൽ നിന്ന് ചാട്. വിശന്ന് വരണ്ടിരിക്കുന്ന മുതലകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വേഗം നിന്റെ കൂട്ടുകാരെ പിടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കി. അതെ ശിവ, നീ എന്തായി കാണിക്കുന്നത്? ഇവരൊക്കെ നിന്റെ കൂട്ടുകാരല്ലേ? കൂട്ടുകാര്, എതിരാളികളല്ല. നിർത്ത്. അവർ നിന്റെ ശത്രുക്കളാണ്. വേഗം അടിച്ച് കൊള്ളു എല്ലാത്തിനെയും. വേണ്ട. അല്ല, ഇയാള് ശിവയെ ഹിപ്നോട്ടൈസ് ചെയ്തു കഴിഞ്ഞല്ലോ. ഇയാള് പറയുന്നത് മാത്രമേ ശിവ ചെയ്യുകയുള്ളൂ. ശിവ, അയാള് നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിരുന്നോ? അതെ, എനിക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. ഇപ്പൊ എന്താ ചെയ്യുന്നത് നോക്കാം. നീ ഹിപ്നോട്ടൈസ് ആയിക്കോ. ഇനി ചെന്ന് നീ നിന്റെ കൂട്ടുകാരെ അടിക്ക്. അയ്യോ, താനെന്റെ കൂട്ടുകാരനാണ്. അയ്യോ, ഞാൻ നിന്റെ കൂട്ടുകാരനല്ല. അവരെ അടിക്ക്, അവർ നിന്റെ ശത്രുക്കളാണ്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. അയ്യോ, നിനക്ക് അത് മനസ്സിലായോ? ഈ കണ്ണട കാരണമാണ് ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത നിനക്ക് ബലമില്ലാത്തത്. ഒന്ന് നിർത്ത്, ഈ ഇടി ഒന്ന് നിർത്ത. തെറ്റുപറ്റിപ്പോയി, എനിക്ക് മനസ്സിലായി. ഞാൻ എന്നോട് സോറി കേൾക്കാൻ കൊടുക്കുന്നു. വേഗം അയാളുടെ കണ്ണുകൾ മൂടിക്കെട്ട്. ഇനി സത്യം പറയൂ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ മുഖം കാണുമ്പോ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഓഹോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ രാഘവനല്ലേ, ജനങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് മോഷ്ടിക്കുന്ന ഒരു കള്ളൻ. പണ്ട് നിന്നെ ഞാൻ ഈ നഗരം വിട്ടു തന്നെ പറഞ്ഞയച്ചതല്ലേ? കറക്റ്റ് ആയിട്ട് പറയാൻ കൊടുത്തു. ഞാൻ അതിന്റെ പ്രതികാരം തീർക്കാൻ വന്നതാണ്. ഞാൻ സത്യമായിട്ടും വിചാരിച്ചു എല്ലാരും നഗരത്തുനിന്ന് ഓടിച്ചു വിടാമെന്ന്. പക്ഷെ ശിവ ആ പ്ലാൻ എല്ലാം തള്ളി തകർക്കാൻ കൊടുത്തു. അങ്കിൾ, നിങ്ങൾ ഒരു നല്ല കലയാണ് തെറ്റായ രീതിയിൽ പ്രവർത്തിപ്പിച്ചത്. ലഡു സിംഗ് സർ, ഇയാളുടെ ഹിപ്നോട്ടൈസിലും മയങ്ങിരിക്കുന്ന വന്യമൃഗങ്ങളെ പെട്ടെന്ന് തന്നെ നോർമൽ ആക്കൂ. അതിനുശേഷം ജയിലിൽ കൊണ്ടുപോയാൽ മതി. രാഘവ, ആദ്യം ഇവിടുത്തെ മൃഗങ്ങളൊക്കെ ഒന്ന് നേരാക്കിയിട്ട് പിന്നെ നിനക്ക് ജയിലിൽ പോയി ഒന്ന് വിശ്രമിക്കാം. നീ ജയിലിനകത്ത് ഇരിക്കുന്നത് വരെ നിന്റെ 2 കണ്ണ് ഞാൻ അടച്ച് പൂട്ടിയിടും. Watch India's largest kids library only on Jio Hotstar. Download the app now.